11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. ഇന്ന് നമുക്ക് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്റർ തുടങ്ങാം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ബ്രെയിനും അതിൻ്റെ ഫങ്ഷൻസും ആയിരുന്നു. ന്യൂറോൺസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കോർഡിനേഷൻ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഈ ന്യൂറോണിൻ്റെ ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വളരെ ക്വിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതൊരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ഷോർട്ട് ലിവ്ഡ് ആണ് അല്ലേ. അത് മാത്രമല്ല എല്ലാ സെൽസും ഈ ന്യൂറോൺസിനെ എത്തിപ്പെടാൻ സാധ്യമല്ല താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ന്യൂറൽ സിസ്റ്റം കൊണ്ട് മാത്രം നമ്മുടെ എല്ലാ ഫിസിയോളജിക്കൽ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു സിസ്റ്റം കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് കെമിക്കൽ കോർഡിനേഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ ചില കെമിക്കൽസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ കെമിക്കൽസ് എന്നല്ലേ? അത് മറ്റാരുമല്ല, നമ്മുടെ ഹോർമോൺസ് ആണ്. ഹോർമോൺസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഹോർമോൺസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഓർഗൻ അല്ലെങ്കിൽ ആ പാർട്ടിനെ പറയുന്ന പേരാണ് ഗ്ലാൻഡ്. ഓക്കെ, അതൊരു ഓർഗൻ അല്ല, അതൊരു ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഈ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒന്നിൻ്റെ പേര് എക്സോക്രൈൻ ഗ്ലാൻഡ്, മറ്റൊന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ സെക്രീഷൻസ് ആ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള എവിടെയാണോ എത്തിക്കേണ്ടത് അവിടേക്ക് സെക്രീറ്റ് ചെയ്യാനായിട്ട് ഒരു ട്യൂബ് ഉണ്ട്. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിൽ നിന്ന് ഒരു ട്യൂബ് വഴി അതിനെ ആ ഓർഗനിലേക്ക് എത്തിക്കും. നമ്മുടെ സലൈവറി ഗ്ലാൻഡ് ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടുന്ന് ഡക്റ്റ് അല്ലെങ്കിൽ ചെറിയ ട്യൂബ്സ് തന്നെ പറയുന്ന പേരാണ് ഡക്റ്റ്. ഈ ഡക്റ്റുകളാണ് ഈ സെക്രീഷനായ സലൈവയെ, അതായത് നമ്മുടെ ഉമിനീരിനെ വായ്ക്കകത്തേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ലിവറിൽ നിന്ന്, കരളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ജ്യൂസ്, അതിനെ ചെറിയ ട്യൂബ്സ് അല്ലെങ്കിൽ ഡക്ട്സ് ആണ് കൊണ്ട് എവിടെ ഓപ്പൺ ചെയ്യുന്നത്, നമ്മുടെ ഇൻഡസ്ട്രൈനിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു ഡക്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഗ്ലാൻഡ്സിനെ പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ എക്സോക്രൈൻ ഗ്ലാൻഡ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് സെക്രീഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ്സ്, നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ, സെബേഷ്യസ് ഗ്ലാൻഡ്, നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലുള്ള ഓയിൽ ഗ്ലാൻഡ്സ്, അതല്ലെങ്കിൽ മാമറി ഗ്ലാൻഡ്സ്, മിൽക്ക് സെക്രീറ്റ് ചെയ്യാനുള്ളത്, ടിയർ ഗ്ലാൻഡ്സ്, നമ്മുടെ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. നല്ല ചുമയുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഗ്ലാൻഡ്സ് അവയെല്ലാം എന്തുള്ളതാണ്? ഡക്റ്റ് ഉള്ളത്. അതിനെയാണ് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ്സിനെ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. അത് ഏത് രീതിയിലാണ് വ്യത്യാസമായിരിക്കുന്നത്? ഒന്ന് സെക്രീഷൻ തന്നെയാണ്. ഹോർമോൺ ആണെങ്കിൽ എൻഡോക്രൈൻ, അതുമല്ല മറ്റ് സെക്രീഷൻസ് ആണെങ്കിൽ അതിനെ എക്സോക്രൈൻ എന്ന് പറയുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് ഇവ ഡക്റ്റിലെസ് ഗ്ലാൻഡ്സ് എന്ന് പറയും. അതായത് ഇവിടെ അതിനെ എടുത്തുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് എത്തിക്കാനായിട്ട് പ്രത്യേകിച്ച് ട്യൂബ്സ് ഒന്നുമില്ല, ഡക്റ്റ് ഒന്നുമില്ല. നേരിട്ടങ്ങ് റിലീസ് ചെയ്യും. അത് ഡിഫ്യൂസ് ചെയ്തിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് ഡക്റ്റിലെസ് ഗ്ലാൻഡ്. പിന്നെ ഇത് രണ്ടും ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. അതാരാണ്? പാൻക്രിയാസ് അല്ലേ. അതിനെ എൻസൈമും സെക്രീറ്റ് ചെയ്യാൻ പറ്റും, ഹോർമോണും സെക്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഹോർമോൺ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി. അവ ഡക്റ്റിലെസ് ഗ്ലാൻഡ്സ് ആണ്, അവയാണ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് മാത്രമല്ല, ചില ഓർഗൻസിനും കുറച്ച് ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നാണ്. അതെന്താണ്? അവ നോൺ ന്യൂട്രിയൻ കെമിക്കൽസ് ആണ്. അവ ബേസിക്കലി കെമിക്കൽസ് ആണ്, രാസവസ്തുക്കളാണ്. പക്ഷേ അവ നോൺ ന്യൂട്രിയൻ്റ് ആണ്. അതായത് അതിൽ നിന്ന് നമുക്ക് എനർജിയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് പ്രോട്ടീൻ പോലെ അങ്ങനെ ഒരു ന്യൂട്രിയൻറ്റോ അതിനകത്തില്ല. ജസ്റ്റ് അതൊരു കെമിക്കലാണ്. ഇന്റർ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ്, അത് ആക്ടേഴ്സ് ഇന്റർ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ്, അതായത് നമ്മുടെ ഇന്റർമീൻസ് സെല്ലിനെ തമ്മിലുള്ള, അതായത് ഒരു സെല്ലിൽ നിന്ന് മറ്റു സെല്ലിലേക്ക് ഒരു മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യണം. കാരണം ഇത് കൊണ്ടുപോവുകയാണ് അല്ലെ മെസ്സേജിനെ. അപ്പോൾ പിന്നെന്താണ്? ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ട്രേസ് എമൗണ്ട്. അതാണ് മറ്റൊരു ബ്യൂട്ടി. ഇവിടെ വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം ഇത് സെക്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഡെഫിനിഷൻ എഴുതുമ്പോൾ 3 വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ ന്യൂട്രിയൻ കെമിക്കലാണ്, ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ഇന്റർസെല്ലുലർ മെസ്സഞ്ചർ ആൻഡ് റിക്വയർഡ് ഓർ സെക്രീറ്റഡ് ഇൻ ട്രേസ് എമൗണ്ട്സ്. ഓക്കെ, ഇത് 3 വരുമ്പോഴാണ് നമ്മുടെ ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഹോർമോണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, അത് ലോ മോളിക്കുലാർ വെയിറ്റ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് നോ ക്യുമുലേറ്റീവ് ഇഫക്റ്റ്, അതായത് അഡിക്റ്റീവ് ഇഫക്റ്റ് ഒന്നുമില്ല. കിട്ടി അതിൻ്റെ ഇഫക്റ്റ് കാണും. പിന്നെ നോൺ ആൻറ്റിജനിക്, ആൻറ്റിജൻ ആയിട്ടൊന്നും വർക്ക് ചെയ്യില്ല. പിന്നെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതായത് ഒരു ഹോർമോൺ ഒരു ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ബ്ലഡ്, അതുകൊണ്ട് തന്നെയാണ് അതിന് ഡിഫ്യൂസ് ചെയ്ത് പോകാൻ കഴിയുന്നത്. പിന്നെ ചിലത് സ്ലോ ആക്ഷൻ ആയിരിക്കാം, ചിലത് വളരെ ഫാസ്റ്റ് ആക്ഷനും ആയിരിക്കാം. പിന്നെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, അതായത് ഏതെങ്കിലും ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കുറവായി കഴിഞ്ഞാൽ അതിന് ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാക്കാൻ കഴിയും. പല എക്സാമ്പിൾസ് ഉണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെല്ലാവരും കോമൺ ആയിട്ട് കേൾക്കുന്നത് തൈറോയിഡ് ആണ് അല്ലേ, ഹൈപ്പോ തൈറോയിഡിസം.
പിന്നെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് ഇനാക്റ്റീവ് ഫോമിലാണ്. നമ്മൾ അതിനെ പറയുന്ന പേരാണ് പ്രോ ഹോർമോൺ. പിന്നീട് അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇൻസുലിൻ പ്രോ ഹോർമോൺ ആയിട്ട് സെക്രീറ്റ് ചെയ്യും, അതായത് പ്രോ ഇൻസുലിൻ. പിന്നെ അത് മെച്യൂർ ഇൻസുലിൻ ആയിട്ട് മാറ്റും. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വർഷം 12th ബയോടെക്നോളജിയിൽ പഠിക്കും. നമുക്കിനി പഠിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ പലതരം ഗ്രന്ഥികൾ, അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അവയുടെ സെക്രീഷൻസ്, സ്ട്രക്ചറും ആ ഹോർമോൺസിൻ്റെ ഫങ്ഷനുമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഗ്രന്ഥികളും ഒന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ്. അതായത് അതൊരു ബ്രെയിനിൻ്റെ പാർട്ടാണെന്ന് നമുക്കറിയാം അല്ലേ. അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, പക്ഷേ അതൊരു ബ്രെയിനിൻ്റെ പാർട്ടാണ്. പക്ഷേ അതിന് എൻഡോക്രൈൻ ആക്ടിവിറ്റി ഉണ്ട്. ഇനി അതിന് താഴെയായിട്ട് പിറ്റ്യൂട്ടറി ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ അടുത്ത് ഒരു പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ തലയുടെ ഭാഗത്ത് വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ തൊണ്ടയിൽ എന്തുണ്ട്? തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പിൻഭാഗത്തായിട്ട് പാരാതൈറോയ്ഡ് ഗ്ലാൻഡും ഉണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് ഹാർട്ടിൻ്റെ പുറത്ത് ആഴത്തായിട്ട് നമുക്കൊരു തൈമസ് ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കിഡ്നിയുടെ പുറത്തായിട്ട് എഡ്രീനൽ ഗ്ലാൻഡ്സ് ഉണ്ട്. അതിൻ്റെ താഴെ പാൻക്രിയാസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ആണിനും പെണ്ണിനും കോമൺ ആണ്. ഇനി മറ്റ് 2 ഓർഗൻസ്, അതായത് ടെസ്റ്റിസും ഓവറിയും, അത് പ്രൈമറി സെക്സ് ഓർഗൻസ് എന്ന് പറയും. പക്ഷേ അവയ്ക്ക് സെക്സ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ആണുങ്ങളിൽ ടെസ്റ്റിസിലാണ് ടെസ്റ്റോസ്റ്റിറോൺ അഥവാ മെയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്ത്രീകളിൽ ഓവറിയിലുണ്ടാകുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോൺസ് സ്ത്രീ ജന്യമായ ഫിസിയോളജിയും അല്ലെങ്കിൽ അതിനോടനുബന്ധപ്പെട്ട നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് വ്യത്യസ്തമായിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ബാക്കിയെല്ലാം നമുക്ക് എല്ലാവർക്കും സെയിം ആണ്. ഇനി ഈ ഗ്ലാൻഡ്സ് കൂടാതെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, അതായത് നമ്മുടെ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈനൊക്കെ വോളിൽ കുറേ ഗ്ലാൻഡ് പോലെയുള്ള ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ കഴിവുള്ള സെൽസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ലിവറും ഹാർട്ടും എല്ലാം തന്നെ ചെറിയ തോതിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചും എൻഡിൽ പഠിക്കും. ഹൈപ്പോതലാമസിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചു കഴിഞ്ഞു. ഈ ഹൈപ്പോതലാമസ് ഒരു ഓർഗനാണെന്നറിയാം, അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല. പക്ഷേ അതിനെ സുപ്രീം കമാൻഡർ ഓഫ് ദി എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. അത് നമ്മുടെ ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഏത് സെൽസാണ് ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇവിടെ ന്യൂറോ സെക്രീറ്ററി സെൽസ് ഉണ്ട്. അതായത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ പര്യാപ്തമായ ചില കോശങ്ങളുണ്ട്. അവയെ പറയുന്ന പേരാണ് ന്യൂക്ലിയൈ. ഇതിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിന് പിറ്റ്യൂട്ടറിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പിറ്റ്യൂട്ടറിയാണ് നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ്. ആ പിറ്റ്യൂട്ടറിയുടെ മാസ്റ്റർ ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ്. ഇനി പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസിനെ സിന്തസിസും അതിൻ്റെ സെക്രീഷനും റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയായിട്ട് കണക്റ്റഡ് ആണ്. ഹൈപ്പോതലാമസിൽ നിന്ന് പ്രധാനമായും 2 തരത്തിലുള്ള ഹോർമോൺസ്, 2 ഹോർമോൺ അല്ല 2 തരത്തിലുള്ള ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാറ്റഗറി റിലീസിങ് ഹോർമോണാണ്. രണ്ടാമത്തേത് ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു സൂചന കിട്ടിക്കാണും. റിലീസിങ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസ് ഈ ഒരു ഹോർമോൺ റിലീസ് ചെയ്യുമ്പോൾ പിറ്റ്യൂട്ടറി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. ബിക്കോസ് പിറ്റ്യൂട്ടറിക്ക് അറിയില്ല എപ്പോൾ എടുക്കണം എപ്പോൾ നിർത്തണം എന്ന്. അതുകൊണ്ട് ഇത് പറയുമ്പോൾ സെക്രീറ്റ് ചെയ്ത് തുടങ്ങും. ഇനി ഇൻഹിബിറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോഴോ പിറ്റ്യൂട്ടറിക്ക് അറിയാം, ഓക്കെ ദിസ് ഈസ് മൈ സിഗ്നൽ ഫോർ സ്റ്റോപ്പിംഗ് ഇറ്റ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. അതായത് നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ 2 ഗൊണാഡോട്രോഫിൻസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് LH ആൻഡ് FSH. ആ 2 ഹോർമോൺസിൻ്റെ റിലീസ് ആര് പറയുമ്പോഴാണ് ചെയ്യുന്നത്? GnRH നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറിയിൽ എത്തുമ്പോഴാണ് പിറ്റ്യൂട്ടറി LH ഉം FSH ഉം സെക്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, സൊമാറ്റോട്രോപ്പിൻ. അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ, അതായത് നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ഗ്രോത്ത് ഹോർമോൺ എപ്പോഴും വേണ്ട അല്ലേ. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണ്? സൊമാറ്റോസ്റ്റാറ്റിൻ. പക്ഷേ ഇതിൻ്റെ സെക്രീഷനൊക്കെ റിലീസ് ചെയ്യാനുള്ളതും ഹോർമോൺസ് ഉണ്ട്. നമ്മളെല്ലാ എക്സാമ്പിൾ പഠിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെയും ഇൻഹിബിറ്റിംഗ് ഉണ്ട്. ഓക്കെ, സോ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എക്സാമ്പിൾ ഓഫ് എ റിലീസിങ് ഹോർമോൺ, വേറെ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഇതുകൂടാതെ മറ്റു പലതരം റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും എല്ലാം തന്നെ നമ്മുടെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്.